രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സാധാരണ പൗരനല്ല, അയാൾ ഒരു ജനപ്രതിനിധിയാണ്, അയാൾ MLA ആണ്. അപ്പോൾ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായിട്ടുള്ള നടപടികൾ SIT കടുപ്പിച്ചിട്ടുണ്ട്. അറസ്റ്റ് വിവരം സ്പീക്കറെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നു. കോടതി തീരുമാനം വന്നതിന് ശേഷം രാഹുലെ അയോഗ്യനാക്കാനുള്ള പരാതി സ്പീക്കർക്ക് നൽകാനാണ് LDF തീരുമാനിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും MLA ആയി തുടരേണ്ടതുണ്ടോ, അങ്ങനെ തുടരാതിരിക്കാനുള്ള മാത്രം കാരണങ്ങളുണ്ടോ ഇവിടെ എന്നുള്ളതാണ്. മാർഷൽ വി സെബാസ്റ്റ്യൻ കൂടി ഇതിന്റെ വിലയിരുത്തലുമായി നമുക്കൊപ്പം ചേരുകയാണ്. മാർഷൽ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു MLA-ക്കെതിരെ ഇത്തരത്തിൽ പരാതി പ്രളയം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ എൻ്റെ അറിവിലില്ല. അങ്ങനെ ഒരു പരാതി, ഈ തരത്തിലുള്ള പരാതികൾ വന്നിട്ടില്ല. ഒരു കേസ് എടുത്തുകൊണ്ട് ഏതെങ്കിലും MLA അയോഗ്യനായിട്ടുണ്ടോ എന്ന് ചോദിച്ചാലും അതും കേരള രാഷ്ട്രീയ നിയമസഭ ചരിത്രത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആന്റണി രാജുവിനൊക്കെ കഴിഞ്ഞ ദിവസം അയോഗ്യനാക്കാൻ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ രാഹുലിനെ അയോഗ്യനാക്കാൻ വേണ്ടി മാത്രം നമ്മുടെ നിയമസഭയുടെ അധികാരത്തിന് പുറത്ത് സ്പീക്കറുടെ അധികാരത്തിൽ അങ്ങനെ ഉണ്ടോ? അക്ഷയ നേരത്തെ പറഞ്ഞില്ലേ, അക്ഷയുടെ അറിവിലില്ല. ഒരു കാര്യം ഉറപ്പാണ്, സഖാവാണെങ്കിലും മാപ്രകളാണെങ്കിലും അത്രമാത്രം ഭയക്കുന്നുണ്ട് അയാളുടെ തിരിച്ചുവരവ് എന്നുള്ളതാ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു നേതാവ്, അയാളുടെ തിരിച്ചുവരവിനെ സഖാക്കളും മാപ്രകളും ഒരേപോലെ ഭയക്കുന്നു. ഭയം തന്നെയാണ് ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്. ഇപ്പോൾ അണിയറയിൽ ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നീക്കമെന്ന് പറഞ്ഞാൽ രാഹുലിനെ അയോഗ്യനാക്കുക, എന്നിട്ട് അയാളെ ഒരു കുറച്ച് കാലത്തേക്ക് മത്സരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു നിയമ നടപടികളിലേക്ക് കടക്കുക. അതാണ് ഇപ്പോൾ അണിയറയിൽ വളരെ വളരെ സൂക്ഷ്മമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അയോഗ്യനാക്കുക, അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുക, MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കുന്നു. അതോപോലെ തന്നെ അയാൾ വീണ്ടും മത്സരിക്കാതിരിക്കാൻ, മത്സരരംഗത്ത് പോലും ഇല്ലാതിരിക്കുവാൻ, മത്സരരംഗത്തേക്ക് വരാൻ സാധിക്കാത്ത വിധം നിയമത്തിൻ്റെ പഴുതുകൾ കൊണ്ട് എല്ലാം വേലികെട്ടി മറകെട്ടി അയാളിൽ നിന്ന് അകറ്റി നിർത്തുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ കഴിയുമോ? നിങ്ങളിപ്പോൾ ഇന്നലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്തരത്തിൽ സ്പീക്കർ AN ഷംസീറിൻ്റെ ഒരു പ്രതികരണം, അതുപോലെ അത് കഴിഞ്ഞിട്ട് മാധ്യമങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടതുപോലും രാഹുൽ മാങ്കൂട്ടത്തിലെ അയോഗ്യനായി കാണാൻ വേണ്ടി പലരും കൊതിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെ അയോഗ്യനാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ്. അതിനി ഏത് എത്തിക്സ് കമ്മിറ്റിയല്ല, ഏത് പ്രിവിലേജസ് കമ്മിറ്റി ആവട്ടെ, ആരുമാവട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലെ നിലവിൽ അയോഗ്യനാക്കാനുള്ള ഒന്നും തന്നെ ഈ പരാതികൾ കൊണ്ടൊന്നും ഒരാളെ അയോഗ്യനാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ പരാതി കൊണ്ട് അല്ലെങ്കിൽ കേസ് കൊണ്ട് ഒരാളെ അയോഗ്യനാക്കുകയാണെങ്കിൽ തൊണ്ടി മുതൽ കട്ട വ്യക്തി മന്ത്രി വരെ ആയിട്ടുണ്ട്. അവസാനം ആന്റണി രാജു എപ്പോഴാണ് അയോഗ്യനാവുന്നത്? കോടതി വിധിച്ചതിൽ പിന്നെയാണ്. അതും കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ചതിലല്ല. കോടതി രണ്ടിലേറെ വർഷം, രണ്ടിൽ അധികമോ ആയ വർഷക്കാലം തടവ് ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ മാത്രമേ അയോഗ്യനാവുകയുള്ളൂ. ആന്റണി രാജുവും അയോഗ്യനായത് 2 വർഷക്കാലം തടവ് ശിക്ഷ വിധിച്ചത് കൊണ്ടാണ്. അതിൽ താഴെ എങ്ങാനും തടവ് ശിക്ഷ വിധിക്കുകയായിരുന്നെങ്കിൽ പോലും ആന്റണി രാജു അയോഗ്യനാകുമായിരുന്നില്ല. അപ്പോൾ ഈ കേസ് കൊണ്ടോ പരാതി കൊണ്ടോ രാഹുലിനെ നിയമപരമായി അയോഗ്യനാക്കാൻ ഒരു ചുണ്ണാമ്പിനും കഴിയില്ല. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. സഖാക്കളായിട്ടുള്ള MLA-മാർ ഒരു പരാതി കൊടുക്കുക, എന്നിട്ട് ആ പരാതി സ്പീക്കർ ഈ എത്തിക്സ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ പ്രിവിലേജസ് കമ്മിറ്റിക്കൊക്കെ ഫോർവേഡ് ചെയ്യുക, എന്നിട്ട് അതുവഴി രാഹുലിനെ അയോഗ്യനാക്കാൻ കഴിയുമോ എന്നൊരു സാധ്യത, അങ്ങനെയെങ്കിലും അയാളെ നിയമസഭയിൽ നിന്ന് ഇറക്കി വിടാൻ കഴിയുമോ എന്ന് സഖാക്കൾ ആലോചിക്കുക. കാരണം എന്താ, എടോ വിജയ എന്ന് നട്ടലോട് കൂടി ഇവരൊക്കെ പോയി കുനിഞ്ഞു നിന്ന് ഊമ്പിക്കൊടുക്കുന്ന വിജയന്റെ മുന്നിൽ മുഖത്ത് നോക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം വിളിച്ചത് എടോ വിജയ എന്ന്. അടിമകൾ ഇങ്ങനെ വിജയന്റെ മുന്നിൽ ചെന്നാൽ ആദ്യം എന്താ ചെയ്യുന്നത്? മുട്ടിൽ നിന്ന് ഊമ്പിക്കൊടുക്കും. അതിന് പകരം എടോ വിജയ എന്ന് രാജാവിൻ്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിയാണ് രാഹുൽ വിളിച്ചത്. അപ്പോൾ
ഈ കേസും പരാതികളും ഒക്കെ എവിടെ നിന്നുണ്ടാകുന്നു, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? ആണ്. അപ്പോൾ രാഹുലിനെ അത്രമാത്രം ഇവർ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മർമ്മപ്രധാനമായ കാരണം. അതാണ് രാഹുൽ ഇപ്പോഴും ഈ സെക്കൻഡിൽ പോലും, ഇപ്പോൾ അയാൾ അറസ്റ്റിലാണല്ലോ ഉള്ളത്, അയാൾ റിമാൻഡിലാണല്ലോ ഉള്ളത്, ഈ ഒരു സെക്കൻഡിൽ പോലും ഒരു തെരഞ്ഞെടുപ്പിനെ അയാൾ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു മുന്നണിയുടെ ഭാഗമല്ലാതെ പോലുമാണെങ്കിലും സ്വതന്ത്രനായിട്ട് പോലും അയാൾ മത്സരിച്ചു കഴിഞ്ഞാൽ അയാൾ 100% വിജയിച്ച് കയറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 100% വിജയിച്ച് കയറും. അത് തന്നെയാണ് എല്ലാവരുടെയും ഭയം. അപ്പോൾ പുതിയ പരാതി വന്നു, പെട്ടെന്നുണ്ടായി, പെടുന്നനെ ഉണ്ടായ പരാതി വളരെ രഹസ്യമായിരുന്നു. പുറം ലോകം അറിഞ്ഞിരുന്നില്ല. ഏത് നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിലെടുക്കുന്നവരെ കേരളത്തിൽ ഒരു ഈച്ച പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ പരാതി ഉണ്ടാവാനുണ്ടായ കാരണവും ഈ പരാതി ഉണ്ടായതും രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് മത്സരിക്കുമെന്നുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ, അങ്ങനെയുള്ള ഒരു തീരുമാനത്തിന് പുറത്താണ് ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അത് ഇനി മുന്നണിയിൽ നിന്നുകൊണ്ടാണോ സ്വതന്ത്രനായിട്ടാണോ എന്നൊക്കെയുള്ള ചർച്ചകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. രാഹുൽ താൻ എന്താണെങ്കിലും മത്സരിക്കുമെന്നുള്ള, സ്വതന്ത്രനായിട്ടാണെങ്കിൽ പോലും താൻ പാലക്കാട്ട് മത്സരിക്കുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലായിരുന്നു രാഹുൽ ഉണ്ടായിരുന്നത്. ആ ഉറച്ച തീരുമാനം വന്നതിന് തൊട്ടു പിന്നാലെയാണ്, ആ ഉറച്ച തീരുമാനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തി എന്ന് അറിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ്. അത് മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ കരുതുന്ന പോലെയല്ല. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ BJPയുമായി ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങളോട് ഇത് പറഞ്ഞ കാര്യമാണ്, കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞതാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ BJP സ്ഥാനാർത്ഥിയാക്കുവാനുള്ള ഒരു നീക്കം എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ചേർന്നുകൊണ്ടല്ല, BJPയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, BJP പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ രാഹുൽ മത്സരിക്കാൻ പോലും അത്തരത്തിലുള്ള ചില ചർച്ചകൾ പോലും നടന്നിരുന്നു. അത് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതല്ല, BJPയുടെ പാലക്കാട്ടെ നേതൃത്വം രാഹുലിനെ സമീപിച്ച് പറഞ്ഞതാണ്. കാരണം BJP അതിയായി ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലൊരു MLA ഉണ്ടാവണം, പാലക്കാട്ട് നിന്ന് ഒരു MLA ഉണ്ടാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ വരുമ്പോൾ രാഹുലിനെ അവരുടെ ക്യാമ്പിലേക്ക് എത്തിക്കുവാനുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഈ ഡോക്ടർ P. സരിൻ എന്ന് പറയുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മറുകണ്ഠം ചാടിയ ആ സരിൻ ഈ തെരഞ്ഞെടുപ്പിലും ഒരു മറുകണ്ഠം ചാടലിനുള്ള ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമാകുന്നത്. സരിന് BJPയോട് അങ്ങോട്ട് പോയി പറഞ്ഞതാണ്, നിങ്ങൾ എന്നെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ ഞാൻ വന്ന് നിങ്ങളെ പാർട്ടിയിൽ ചേരാമെന്ന് സരിൻ പറഞ്ഞപ്പോൾ BJP നേതൃത്വം തിരിച്ചു പറഞ്ഞ മറുപടി, ഞങ്ങൾ രാഹുലുമായി ചർച്ച ചെയ്തിട്ടുണ്ട്, രാഹുലിൻ്റെ മറുപടിക്ക് വെയിറ്റിംഗ് ആണ്, രാഹുൽ ഓക്കെ പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ടിയിലേക്ക് വരാം, പക്ഷേ സ്ഥാനാർത്ഥിത്വം തരികയാണെങ്കിൽ പാർട്ടിയിലേക്ക് വരാം എന്നുള്ള ആ ഒരു കണ്ടീഷനെ കൊണ്ട് കാര്യമില്ല, രാഹുലാണ് ഓക്കെ പറയുന്നതെങ്കിൽ ഞങ്ങൾ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് BJPയുടെ നേതൃത്വം സരിനെ അറിയിച്ചത്. അപ്പോൾ സരീനെ നോക്കുമ്പോൾ ആദ്യത്തെ മറുകണ്ഠം ചാടലിൽ പാരയായത് രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. ഇനിയിപ്പോൾ രണ്ടാമതും മറുകണ്ഠം ചാടാൻ ശ്രമിക്കുമ്പോൾ അവിടെ വീണ്ടും രാഹുൽ മാങ്കൂട്ടം തന്നെ പാരയാകും എന്നുള്ള ഒരു സ്ഥിതിവിശേഷം വന്നു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമെന്നുള്ളതും ഉറപ്പായി. രാഹുൽ മത്സരിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, രാഹുൽ മത്സരിച്ചാൽ വിജയം ഉറപ്പാണ്. ഇത്രയും വിവാദങ്ങളും ഇത്രയും പരാതികളും കേസുകളും ഒക്കെ ഉണ്ടാക്കിയെടുത്തവർക്ക് അത് വല്ലാത്ത ക്ഷീണം ചെയ്യുമെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയാൽ പിന്നെ രാഹുലിനെ പിടിച്ചാൽ കിട്ടില്ലെന്ന് മാത്രമല്ല, തിരിച്ചടികൾ രാഹുൽ തുടങ്ങുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ മൂന്നാമത്തെ പരാതി ഉണ്ടാക്കുന്നത്, രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സഖാവ്, ഒരു MLA, ഒരു മെമ്പർ
നിയമസഭാ മെമ്പറായിട്ടുള്ള അംഗമായിട്ടുള്ള ഒരു വനിതാ സഖാവിൻ്റെ പരാതി കൊടുപ്പിക്കാൻ, അതും ഒരു വനിതയെയാണ് സഖാക്കൾ നോട്ടമിടുന്നത്, ഒരു വനിതാ MLA കൊണ്ട് പരാതി കൊടുപ്പിച്ച് സ്പീക്കർക്ക് പരാതി കൊടുപ്പിച്ച് ആ പരാതിയിന്മേലുള്ള നടപടി എന്നുള്ള രീതിയിൽ രാഹുലിനെ അയോഗ്യനാക്കാനും അതുപോലെ രാഹുലിനെ മത്സരിപ്പിക്കാതിരിക്കാനും മത്സരിക്കുന്നത് പോലും വിലക്കാനുമുള്ള ഒരു നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവരത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവരുടെ പതനം പൂർണ്ണമാകണം, സഖാക്കളുടെ പതനം പൂർണ്ണമാകണം, അവരുടെ പതനം പൂർണ്ണമാകണം. അതിന് ഈ സഖാക്കളുടെ ശവപ്പെട്ടിയിലെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയടിക്കുന്ന വ്യക്തി അത് രാഹുൽ മാങ്കൂട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. കാരണം ഒരു നിയമ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാഹുലിനെ അയോഗ്യനാക്കാനുള്ള ഒരു നിയമവും എവിടെയുമില്ല. രാഹുലിനെ ആർക്കും അയോഗ്യനാക്കാൻ കഴിയില്ല. ഏതുവരെ? അൺടിൽ കോടതി അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ. പരാതികളുടെ അടിസ്ഥാനത്തിലോ അത് ഈ അയോഗ്യനാക്കണം, അയാളെ MLA സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടണമെന്ന് കരുതിക്കൊണ്ട് ഒരു 10,000 പരാതി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, രാഹുലിനെ അയോഗ്യനാക്കാൻ കഴിയില്ല. അൺടിൽ കോടതി അയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി, ഗിൽറ്റി ആണെന്ന് കണ്ടെത്തി ശിക്ഷിക്കുന്നത് വരെ. അങ്ങനെ ശിക്ഷിക്കുന്നത് വരെ അയാളെ ഒരിക്കലും അയോഗ്യനാക്കാൻ കഴിയില്ല. പിന്നെ അയാളെ മത്സര രംഗത്ത് നിന്ന് തടയാനോ അതിനും ഒരുത്തൻ്റെയും അവകാശമോ അല്ലെങ്കിൽ സമ്മതമോ രാഹുലിന് ആവശ്യമില്ല. നിയമപരമായി രാഹുലിനെ അയോഗ്യനാക്കാനോ മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്താനോ ഒരു രാജാവിൻ്റെയും സമ്മതത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കണ്ടോ രാഹുലിൻ്റെ തിരിച്ചുവരവ് മക്കളെ, സഖാക്കളെ, അതൊരു ഒന്നൊന്നര തിരിച്ചുവരവായിരിക്കും. ആ അടിയിൽ നിങ്ങൾ ഛിന്ന ഭിന്നമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട.